റസ്ക് ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റസ്ക്കൊക്കെ ഇങ്ങനെ ബാക്കിയാവുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 10 റസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റസ്ക് ഏതാണോ ഏതായാലും കുഴപ്പമില്ല. റസ്കിന് എന്തായാലും ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പൊടിച്ച് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. എത്രത്തോളം പൊടിയോ അത്രയും പൊടിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് 3 എണ്ണം ഉണ്ട്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് എരിവ് അത്യാവശ്യം വേണം. കാരണം റസ്കിനൊരു മധുരമുണ്ട്, അതൊന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ അവിടെ 1.5 പച്ചമുളക് എടുത്തിട്ടുള്ളത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ റസ്കുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് ചെയ്യില്ലേ, ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താണ് കേട്ടോ. ഇത് മുട്ടയ്ക്ക് പകരമാണ്. അതിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ എടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഡ്രൈ ആക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല ഈ സ്നാക്കിലേക്ക്. അപ്പോൾ സാധാരണ നമ്മൾ ഡയറക്റ്റ് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കുന്നതിൽ നല്ല അതാണ്. ഫ്രൈ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട്, വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമില്ല, തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. ഇപ്പോൾ ഇത് 2 സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേറൊരു ഫ്ലേവറാണ് കേട്ടോ. കുറച്ച് മധുരവും എരിവും ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ റസ്ക് ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നത്. നല്ല കിട്ടില്ല റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്